ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിനെ പറ്റി ഉള്ളൊരു കഥയാണ്. ഇതാണ് ശ്രീ മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രം. ഞാൻ കുട്ടിക്കാലം മുതലേ എല്ലാ വർഷവും തൊഴാൻ പോകുന്നൊരു ക്ഷേത്രമാണ് മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രം. ഇത് തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിന് സമീപം മണ്ടക്കാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മണ്ടക്കാട് അമ്മൻ എന്ന ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീകൾ ഇരുമുടി കെട്ടുവാറ്റ് വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് കൊടമഹോത്സവം. അത് കുംഭമാസത്തിലാണ് നടക്കുന്നത്. കടൽ തീരവുമായി ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് മണ്ടക്കാട് പ്രദേശം കാടും കുന്നുകളും നിറഞ്ഞ സ്ഥലമായിരുന്നു. ആ കാട്ടിലേക്ക് ആട് മേയ്ക്കാൻ വന്ന കുട്ടികൾ അവിടെ വെച്ച് ഉണങ്ങിയ നൊങ്ക് കൊണ്ട് കളിക്കുകയും ആ നൊങ്ക് മണ്ടപ്പുറ്റിൽ കൊള്ളുകയും ആ പുറ്റിൽ നിന്ന് രക്തം വരാനും തുടങ്ങി. ആ സമയം അതുവഴി വന്ന സന്യാസിമാരാണത്രേ ഇത് സാധാരണ പുറ്റല്ല എന്നും അതിൽ ഭദ്രകാളിയുടെ അംശമുണ്ടെന്നും പറയുന്നത്. ആ മണ്ടപ്പുറ്റിൽ ആദിപരാശക്തിയായ ദേവി വസിക്കുന്നുവെന്നും അതിനുശേഷം ആ സ്ഥലത്ത് ക്ഷേത്രം പണിതുവെന്നാണ് വിശ്വാസം. ആ ക്ഷേത്രത്തിൽ ഇന്നും വിഗ്രഹമില്ല, പകരം വളരുന്ന മണ്ടപ്പുറ്റാണ് ദേവിയുടെ രൂപമായി വിശ്വസിച്ച് ആരാധിച്ചു വരുന്നത്. മണ്ടക്കാട് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് വലിയ പടുക്ക. ഉത്സവത്തിൻ്റെ അവസാനവും ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ് ഒടുക്കുപൂജ. ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഒടുക്ക് എന്നത് സമാപനം എന്നാണ് അർത്ഥം. അതിനാൽ ഈ പൂജ ഉത്സവത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ മഹാപൂജയാണ്. ഈ ക്ഷേത്രത്തിനടുത്തായി ഒരു കടൽത്തീരം കൂടെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ എപ്പോൾ പോയാലും പൊങ്കാല ഇടാനുള്ള സൗകര്യം കൂടെ ഇവിടെയുണ്ട്. അവിടെ പോയി പൊങ്കാല ഇടുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. വരാൻ പറ്റുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ദർശനം നടത്തേണ്ട അമ്പലമാണ് മണ്ടക്കാട്. ഈ അമ്പലത്തിന് ചുറ്റും നടന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ഡിപ്പോയിൽ നിന്നുമൊക്കെ നമുക്ക് KSRTC ബസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.